ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടയാളെ കഴകക്കാരനായി നിയമിച്ചതിൽ പ്രതിഷേധിച്ച് തന്ത്രി കുടുംബങ്ങളുടെ ബഹിഷ്കരണം. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഈഴവ സമുദായത്തിൽപ്പെട്ടയാളെ നിയമിച്ചതിനെതിരെ 5 തന്ത്രി കുടുംബങ്ങൾ പൂജാകാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഇതോടെ ഈ മാസം 28-ന് ആരംഭിക്കുന്ന ഉത്സവ ചടങ്ങുകൾ പ്രതിസന്ധിയിലായി. ഭരണസമിതി 2 തവണ യോഗം വിളിച്ചിട്ടും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തില്ല എന്നും ദേവസ്വം ചെയർമാൻ വ്യക്തമാക്കി. അതിനുശേഷം ഉത്സവമായിട്ട് ബന്ധപ്പെട്ടും ഈ 2026 പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ടും അതിൻ്റെ ചടങ്ങുകൾ ഭംഗിയാക്കി നടത്തുന്നതിന് വേണ്ടിയിട്ട് ഈ തന്ത്രിമാരുടെ മീറ്റിങ്ങുകൾ 2 പ്രാവശ്യം ദേവസ്വം മാനേജ്മെൻറ്റ് വിളിച്ചു ചേർത്തു. എന്നാൽ അവർ 2 പ്രാവശ്യവും ഒരു പ്രാവശ്യം മീറ്റിങ്ങിന് വന്നിട്ട് അവർ കുറച്ച് നിബന്ധനകൾ വെച്ചു, കണ്ടീഷൻസുകൾ വെച്ചു. ആ കണ്ടീഷനുകളൊന്നും ദേവസ്വം മാനേജ്മെൻറ്റിന് അംഗീകരിക്കാൻ പറ്റാവുന്ന കാര്യങ്ങളല്ല. അതൊക്കെ ബഹുമാനപ്പെട്ട കോടതി തീർപ്പ് കൽപ്പിച്ച കാര്യങ്ങളാണ്. അതിനുശേഷം ഉത്സവം ഈ പറയുന്ന പ്രതിഷ്ഠാ ദിനവും 2026 നടത്തുന്നതിന് വേണ്ടി വീണ്ടും തന്ത്രിമാരുടെ യോഗം വിളിച്ചു ചേർക്കാനായിട്ട് കത്ത് കൊടുത്തു. ആ യോഗത്തിലും അവർ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ്, പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല എന്ന് പറഞ്ഞായിട്ട് മറുപടി തരിക ചെയ്തു. ഷബാസ് അഹമ്മദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഷബാസ് അഹമ്മദ്, വീണ്ടും കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ പ്രതിസന്ധിയാണോ കഴകക്കാരന്റെ നിയമനങ്ങളെ ചൊല്ലി? ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പുതിയ കഴകക്കാരനെ നിയമിച്ചിട്ടും 5 തന്ത്രി കുടുംബങ്ങൾ ബഹിഷ്കരണം അവസാനിപ്പിക്കാൻ തയ്യാറായിട്ടില്ല. പൂജാ കാര്യങ്ങളിൽ നിന്നടക്കം ഈ തന്ത്രി കുടുംബങ്ങൾ നിലവിൽ വിട്ടുനിൽക്കുകയാണ്. ഉത്സവവുമായും ഇവർ സഹകരിച്ചേക്കില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഈ മാസം 28-നാണ് കൂടൽമാണിക്യത്തിലെ ഉത്സവം കൊടിയേറുന്നത്. തന്ത്രിമാരുടെ അഭിപ്രായം തള്ളിക്കൊണ്ട് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നിയമപ്രകാരം ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള ഒരു പ്രതിനിധിയായിരുന്നു കഴകക്കാരനായി നിയമിച്ചത്. പാരമ്പര്യ കഴകക്കാരനെ നിയമിക്കണമെന്നായിരുന്നു ഈ തന്ത്രിമാരുടെ നിലപാട്. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് അത് തള്ളിയതോടെയാണ് ഒരു ബഹിഷ്കരണത്തിലേക്ക് അടക്കം കാര്യങ്ങൾ നീങ്ങിയത്. ഭരണസമിതി 2 യോഗങ്ങൾ കൂടിയിട്ടും അതിലൊന്നും പ്രതിനിധികളെ വിടാൻ ഈ തന്ത്രിമാർ തയ്യാറായിട്ടില്ല എന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. ഒപ്പം ആചാരാനുഷ്ഠാനങ്ങളിൽ 1 കൊല്ലമായി വിട്ടുനിൽക്കുന്നവരെ തന്ത്രിമാരായി അംഗീകരിക്കില്ല എന്നുമാണ് നിലവിൽ ദേവസ്വം ബോർഡ് നിലപാടെടുത്തിരിക്കുന്നത്. ഒപ്പം ഈ ഭരണസമിതിക്കെതിരെ പല അപവാദ പ്രചാരണങ്ങളും ഈ തന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്ന പരാതിയും നിലവിൽ ഉയരുന്നുണ്ട്. താങ്ക് യു. ഷബാസ് അഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ഒരിക്കൽ കൂടി കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ പ്രതിസന്ധിയാവുകയാണ്. നേരത്തെ ഒരു കഴകക്കാരനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയും ഒടുവിൽ രാജിവെച്ച് സ്വയം മടങ്ങുകയുമാണ് ഉണ്ടായത്.